ചകിരിച്ചോറ് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ സൈസിലുള്ള അബിയന്റെ തൈയാണ് കേട്ടോ, നിപ്പിൾ ടൈപ്പാണ് വരുന്നത്. നമ്മളിത് വെറും 200 രൂപ റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് 200 രൂപ റേറ്റിൽ ഒരു സ്ഥലത്തും മണ്ണൂത്തി പോലും ഈ 200 രൂപ റേറ്റിൽ കിട്ടത്തില്ല. ഇതിപ്പോ നോക്കിയേ, ഞാനിപ്പോ 2 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു കരിയിലെ കമ്പോസ്റ്റ് ആണ്. നല്ല രീതിയിൽ കാർബൺ റിച്ച് ആയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ആണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ചകിരിച്ചോറൊക്കെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ചകിരിച്ചോറിന്റെ അതേ ഗുണം തന്നെ ഇത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കരിയിലയാണ്. ഇത് നമ്മുടെ വീടുകളിൽ അടിച്ച് കൂട്ടി വാരിയെടുക്കുന്ന ചകിൽ വാരിയെടുക്കുന്ന കരിയിലയാണ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലില്ലെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ പച്ചക്കറിയുടെ വേസ്റ്റ് ആണ്. എന്തും ആവാട്ടോ, എന്ത് പച്ചക്കറിയുടെ വേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ക്യാബേജിന്റെയും കോളിഫ്ലവറിന്റെയും വേസ്റ്റ് ആണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന പച്ചക്കറി കടകളിൽ ഒരു ചാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കളക്ട് ചെയ്ത് വരുന്നതാണ്. കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു നല്ലൊരു ടർപ്പായ ആവശ്യമുണ്ട് കേട്ടോ. ടർപ്പായ നിരത്തിയിടുക. അതിനുശേഷം നമുക്ക് കരിയില കുറച്ച് കുടഞ്ഞിടാം. ഫസ്റ്റ് ലെയറായിട്ട് കരിയില കുടഞ്ഞിടുക. അതിനുശേഷം നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒരു ലെയർ ഇടുക. കരിയിലിടുക. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഒന്നില്ലെങ്കിൽ WDC ഉപയോഗിക്കാം. വേസ്റ്റ് ഡീകമ്പോസർ ആണ്, അത് നമുക്ക് ഉപയോഗിക്കാം. ഇനി വേസ്റ്റ് ഡീകമ്പോസർ ഇല്ലെങ്കിൽ നമുക്ക് വെറും പച്ചവെള്ളം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഒരു നനവുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയി കിട്ടത്തുള്ളൂ. അത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയാണ് WDC ഞാൻ ഉപയോഗിക്കുന്നത്. ഇല്ലാത്തവർ വെറും വെള്ളം തന്നെ ഉപയോഗിക്കുക. ഇത് ഫസ്റ്റ് ടൈം മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. രണ്ടാമത് ഒരിക്കലും നമ്മൾ WDC ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ നമ്മൾ 3 ലെയറായി ഇപ്പൊ. അതിനുശേഷം വീണ്ടും പച്ചക്കറിയുടെ വേസ്റ്റ് നിരത്തുക. അതിനുശേഷം കുറച്ചും കൂടി വേസ്റ്റ് ഡീകമ്പോസർ തളിച്ചു കൊടുക്കുക. ഇനി പച്ചക്കറിയുടെ വേസ്റ്റ് ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് പച്ചിലകൾ, പുല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, വാഴ വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളും മറ്റു കാര്യങ്ങളൊക്കെ അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിത് ചെയ്യുന്നത് ഒറ്റത്തവണയായിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. അതായത് നമ്മുടെ വീട്ടിലത്തെ പച്ചക്കറിയുടെ വേസ്റ്റ് കൂടെ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് സാധ്യമല്ല. കാരണം ഇത് ഒരു ചാക്കോളം പച്ചക്കറിയുടെ വേസ്റ്റ് അല്ലെങ്കിൽ പച്ചിലകൾ വേണ്ടതായിട്ട് വരും. അവസാന ഘട്ടം എന്നുള്ള രീതിയിൽ ഒന്നും കൂടി നല്ല രീതിയിൽ നനച്ച് ആ മോയ്സ്ചർ ഒന്ന് കൺട്രോൾ ചെയ്യാം. 4-5 ലെയറായിട്ട് കരിയിലയും പച്ചക്കറിയുടെ വേസ്റ്റ് വിട്ടിട്ട് ഒരു കൂമ്പാരം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യാം. ടാർപ്പായ കൊണ്ട് നല്ല രീതിയിൽ മൂടി വെക്കുക. ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം അതിന് മുകളിൽ എന്തെങ്കിലും ഭാരമുള്ള എന്തെങ്കിലും സാധനങ്ങൾ, കല്ലോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോളും. 4 ദിവസം കഴിയുമ്പോൾ നമ്മളിത് തുറക്കുന്നതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മറിച്ചിടുക. ഒരു കമ്പോ കോലോ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മറിച്ചിടുക. ഈ ഇളക്കി മറിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടും ഇതില്. അപ്പൊ ആ ചൂട് അനുഭവപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കമ്പോസ്റ്റിംഗ് നടക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണത്. അങ്ങനെ ഒരു 4 ദിവസം കഴിയുമ്പോൾ 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇളക്കി മറിച്ചിടുക. പിന്നെയും ഇതുപോലെ തന്നെ കവർ ചെയ്ത് മൂടി വെക്കുക. എന്തെങ്കിലും ഭാരമുള്ള സാധനങ്ങൾ കയറ്റി വെക്കുക. അതിനുശേഷം പിന്നെ ഓരോ ആഴ്ചകളിലും നമ്മൾ അതിലേക്ക് ഒരു ഞായറാഴ്ച, ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളിതൊന്ന് ഇളക്കി മറിച്ച് ശരിക്കും ഒന്ന് ഇളക്കി മറിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ആഴ്ചകളിൽ മാത്രമേ നല്ല രീതിയിൽ ചൂടുണ്ടാവുള്ളൂ. പിന്നെ ആ ചൂട് കുറഞ്ഞ് നല്ല രീതിയിൽ പൊടിഞ്ഞ് ശരിക്കും നമ്മളിട്ട ആ പച്ചക്കറികൾ ഒന്നും തന്നെ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. നല്ല രീതിയിൽ ഈ രീതിയിൽ കറുത്ത് കരി പോലെ നല്ല കാർബണൈസായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ ഒരു 4 ദിവസം കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കുക. തുറന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാന്ന് പറഞ്ഞല്ലോ. നല്ല രീതിയിൽ 4 ദിവസം കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നല്ല സമ്പൂർണ്ണ വളമാക്കി മാറ്റണമെങ്കിൽ, ഇതിനെ നല്ല രീതിയിൽ സമ്പൂർണ്ണ വളമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടി, അതുപോലത്തെ ചാണകപ്പൊടി 4 ദിവസം കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് ഒരു 1/2 കിലോ വെച്ചിട്ടൊക്കെ ഇതിലിട്ട് കൊടുക്കുക. ഒരു കൊട്ട ചാണകം നമുക്ക് ഇതിലിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ ചാരം ഉണ്ടെങ്കിൽ ചാരം 1-2 പിടി മാത്രം ഇട്ട് കൊടുക്കുക.
അപ്പൊ നല്ല രീതിയിൽ നല്ല NPK വളമായിട്ട്, നല്ല സമ്പൂർണ്ണ ജൈവവളമായിട്ട് ഈ കരിയില കമ്പോസ്റ്റ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് അബിയുവിന്റെ തൈകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കാണാവുന്നതാണ്. ഈ സൈസിലുള്ള അബിയുവിന്റെ തൈയാണ് കേട്ടോ. നിപ്പിൾ ടൈപ്പ് ആണ് വരുന്നത്. നമ്മളിത് വെറും 200 രൂപ റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് 200 രൂപ റേറ്റിൽ ഒരു സ്ഥലത്തും മണ്ണൂത്തി പോലും ഈ 200 രൂപ റേറ്റിൽ കിട്ടത്തില്ല. ഇത് ഞാനിപ്പോ പ്ലാന്റ് ചെയ്യാൻ പോണേന്. ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ. കൊറിയർ കാര്യങ്ങളൊന്നും ഇല്ല. ഇത്രയും തൈകൾ നല്ല ആരോഗ്യമുള്ള തൈകളാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മളൊരു സാറിന്റെ അടുത്ത് നമ്മൾ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സാറ് പ്ലാന്റ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ കഴിച്ചു നോക്കിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് എടുത്തേക്കുന്നത്. നിപ്പിൾ ടൈപ്പ് ആണ് വരുന്നത്. നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ടാണ് എടുത്തത്. അപ്പൊ ഞാൻ ഈ ഒരു പ്ലാന്റ് നടാൻ പോണെയാണ്. അപ്പൊ നമ്മള് മണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചകിരിച്ചോറിന് പകരം നമ്മുടെ കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാണകപ്പൊടി. ഈ 3 സാധനങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ നടാൻ പോണത് ഈ പ്ലാന്റ്. അപ്പൊ നമ്മുടെ കമ്പോസ്റ്റ് എടുക്കുക, ചാണകപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചക്കക്കയുടെ പൊടി മിക്സ് ചെയ്യാൻ പോണേണ്. ഇപ്പൊ ഞാൻ കവർ മാറിയിട്ട് വെക്കണം എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി വലുതാക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ ഈ പ്ലാന്റ് ഈ 18x18 കവറിലാക്കി വെച്ചതെന്താന്ന് വെച്ചാൽ ഇത് എടുക്കാൻ ആരും വന്നില്ലേല് ഇതുപോലത്തെ കവറിലാക്കി വെക്കും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ തരുന്നതാണ്. 200 രൂപ റേറ്റ് ഉള്ളൂ. നിപ്പിൾ ടൈപ്പ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ചെലവ് ചുരുക്കിയിട്ട് നമുക്ക് ചകിരിച്ചോറൊക്കെ വലിയ ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതല്ലേ. നമുക്ക് ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ കരിയിലകൾ നമുക്ക് റോഡ് സൈഡിൽ നിന്നൊക്കെ പറക്കിയെടുക്കാവുന്നതാണ്. 2 സാധനങ്ങൾ ചെലവില്ലാത്ത 10 പൈസ ചെലവില്ലാത്ത 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതേപോലത്തെ നല്ല കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുത്തത്. നമുക്കപ്പോ ചകിരിച്ചോറ് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക.